ഹിസ്റ്ററി ക്ലബ്ബ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. തീം 5 ത്രൂ ദ ഐസ് ഓഫ് ട്രാവലേഴ്സ്, സഞ്ചാരികളുടെ കണ്ണുകളിലൂടെ. ഈ തീമിൽ 3 സഞ്ചാരികളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അൽബറൂണി, ഇബൻ ബത്തൂത്ത, ഫ്രാങ്കോയിസ് ബർണിയർ. അൽബറൂണി ഇന്ത്യൻ ജാതി വ്യവസ്ഥയെ എങ്ങനെയാണ് വിവരിക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഇബൻ ബത്തൂത്ത ഇന്ത്യൻ നഗരങ്ങളെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വിവരിക്കുന്നത്. ഫ്രാങ്കോയിസ് ബർണിയർ ഇന്ത്യയിലെ ഭൂ ഉടമസ്ഥയെക്കുറിച്ച് എന്താണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഈ തീമിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. 4 മാർക്കിൻ്റെതും 6 മാർക്കിൻ്റെയും 8 മാർക്കിൻ്റെയും ഒക്കെ ചോദ്യങ്ങളായിട്ട് വരാം. നമുക്ക് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും പരിശോധിക്കാം. ഡിസ്കസ് അൽബറൂണീസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ച് അൽബറൂണി വിവരിക്കുന്നത് എങ്ങനെയാണ്. എക്സ്പ്ലെയിൻ ഹൗ അൽബറൂണീസ് അക്കൗണ്ട് ഹെൽപ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് മിഡീവൽ ഇന്ത്യൻ സൊസൈറ്റി. മധ്യകാല ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ അൽബറൂണിയുടെ വിവരണങ്ങൾ എങ്ങനെയാണ് സഹായകരമാകുന്നത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അതുപോലെ തന്നെ പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ കിതാബുൽ ഹിന്ദ്. അദ്ദേഹം എഴുതിയ കൃതിയായ കിതാബുൽ ഹിന്ദിനെക്കുറിച്ച് വിവരിക്കുക, അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്താണ് ഉത്തരം എഴുതേണ്ടത് എന്ന് പരിശോധിക്കാം. അൽബറൂണി The account of the foreign travelers are helpful to reconstructing the history of India. Their accounts deals with the affairs of the court, religious issue, architectural features and monuments. ഇന്ത്യയുടെ ചരിത്രം പുനർനിർമ്മിക്കാൻ സഞ്ചാരികളുടെ യാത്രാവിവരണങ്ങൾ സഹായകരമാണ്. അവരുടെ വിവരണങ്ങളിൽ രാജധാനിയുടെ പ്രവർത്തനങ്ങൾ, മതപരമായ കാര്യങ്ങൾ, വാസ്തുവിദ്യ, സ്മാരകങ്ങൾ എന്നിവയെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അൽബറൂണി വാസ് ബോൺ ഇൻ 973 in Gwarism, now in Uzbekistan. He was layman. He was expert in several languages such as Syriac, Arabic, Persian, Hebrew and Sanskrit. അൽബറൂണി ഉസ്ബെക്കിസ്ഥാനിലെ ഗ്വാറിസം എന്ന സ്ഥലത്ത് 973 ജനിച്ചത്. പണ്ഡിതനായ അദ്ദേഹത്തിന് ധാരാളം ഭാഷകൾ അറിയാമായിരുന്നു. സിറിയക്, പേർഷ്യൻ, ഹീബ്രു, അറബിക്, സംസ്കൃതം എന്നീ ഭാഷകൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. മുഹമ്മദ് ഗസ്നി ഇൻവേഡഡ് ഗ്വാറിസം ഇൻ 1017 and brought Alberuni with him to Ghazni now in Afghanistan. When the Punjab became part of Ghaznavid Empire, Alberuni travelled in the Punjab and part of North India. 1017 ഗസ്നിയിലെ മുഹമ്മദ് ഗ്വാറിസം പിടിച്ചെടുത്തു. അൽബറൂണിയെ ഗസ്നിയിലേക്ക് കൊണ്ടുവന്നു. പഞ്ചാബ് ഗസ്നി സാമ്രാജ്യത്തിൻ്റെ ഭാഗമായപ്പോൾ അൽബറൂണി പഞ്ചാബിലും ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ചു. കിതാബുൽ ഹിന്ദ്. The account of Alberuni came to be called Kitabul Hind. It was written in Arabic language. It had 80 chapters. It deals with various subjects such as religion and philosophy, festival, astronomy, alchemy, manners and customs, social life, weights and measures, iconography, laws and metrology. Alberuni has adopted a mathematical approach. He began each chapter with a question, followed up with a description and a comparison of cultures. കിതാബുൽ ഹിന്ദ്. അൽബറൂണിയുടെ യാത്രാ വിവരണത്തെ കിതാബുൽ ഹിന്ദ് എന്നറിയപ്പെടുന്നു. അറബി ഭാഷയിലാണ് എഴുതിയത്. 80 അധ്യായങ്ങളുണ്ട്. വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. മതവും തത്വചിന്തയും, ആഘോഷങ്ങൾ, ജ്യോതിശാസ്ത്രം, രസായനവിദ്യ, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, അളവ് തൂക്കങ്ങൾ, വിഗ്രഹ പഠനം, നിയമം, മാപനശാസ്ത്രം എന്നിവ വിവരിക്കുന്നുണ്ട്. ഗണിതശാസ്ത്ര സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഓരോ അധ്യായവും ആരംഭിച്ചത് ഒരു ചോദ്യത്തോടു കൂടിയാണ്. തുടർന്ന് വിവരണം, അതിനുശേഷം മറ്റ് സംസ്കാരങ്ങളുമായി താരതമ്യം ചെയ്തു. ഈ രീതിയിലായിരുന്നു പുസ്തക രചന. The barriers that Alberuni observed in understanding Indian society. Alberuni had faced some barriers in understanding the Indian society. First barrier was language.
Sanskrit language was different from Arabic and Persian. The difference in religious beliefs and practices, self-absorption and consequent insularity of the local people. ഇന്ത്യൻ സമൂഹത്തെ മനസ്സിലാക്കുന്നതിൽ അൽബറൂണി നേരിട്ട തടസ്സങ്ങൾ. ഭാഷ സംസ്കൃത ഭാഷയായിരുന്നു. അറബി പേർഷ്യൻ ഭാഷയിൽ നിന്ന് ഇത് വ്യത്യസ്തമായിരുന്നു. 2. മതവിശ്വാസത്തിലും ആചാരങ്ങളിലുമുള്ള വ്യത്യാസം. 3. വിദേശികളുമായി സംസാരിക്കാൻ ഇന്ത്യക്കാർക്കുള്ള വൈമുഖ്യവും ഒഴിഞ്ഞുമാറലും മറ്റൊരു പ്രശ്നമായിരുന്നു. അൽബറൂണീസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ കാസ്റ്റ് സിസ്റ്റം. Al-Biruni tried to explain the caste system that was existed in India. He explaining caste system by comparing it with other societies. അൽബറൂണിയുടെ ജാതി സമ്പ്രദായത്തെക്കുറിച്ചുള്ള വിവരണം. അൽബറൂണി ഇന്ത്യയിലെ ജാതി സമ്പ്രദായത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. മറ്റ് സമൂഹങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് വിവരിക്കുന്നത്. He noted that 4 categories existed in ancient Persia: knights and princes, monks, fire priests and lawyers, physicians, astronomers and other scientists, peasants. Al-Biruni suggested that social divisions were not unique to India. He pointed out social divisions did not exist in Islam. പുരാതന പേർഷ്യയിൽ 4 സാമൂഹ്യ വിഭാഗങ്ങൾ ഉണ്ടായിരുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. രാജാക്കന്മാരും നൈറ്റുകളും, സന്യാസികൾ, പുരോഹിതൻ, നിയമവിദഗ്ധർ, വൈദ്യന്മാർ, ജ്യോതിശാസ്ത്രജ്ഞർ, മറ്റ് ശാസ്ത്രജ്ഞർ, കർഷകർ എന്നിങ്ങനെയായിരുന്നു ആ 4 വിഭാഗങ്ങൾ. സാമൂഹ്യ വിഭാഗങ്ങൾ ഇന്ത്യയുടെ മാത്രം പ്രത്യേകതയല്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഇസ്ലാമിൽ സാമൂഹ്യ വിഭജനം നിലനിൽക്കുന്നില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. He described about 4 varnas such as Brahmin, Kshatriya, Vaishya and Sudra. But he did not accept the concept of pollution. He said that everything which became impure attempts and succeeds regaining its original purity. Al-Biruni believed that the notion of the pollution was against the laws of nature. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെ 4 വർണ്ണങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. എന്നാൽ അശുദ്ധി എന്ന സങ്കല്പത്തെ അദ്ദേഹം അംഗീകരിച്ചില്ല. കാരണം അദ്ദേഹം പറയുന്നത് എല്ലാറ്റിനും ശുദ്ധത നഷ്ടപ്പെടും, എന്നാൽ അതിൻ്റെ യഥാർത്ഥ ശുദ്ധത വീണ്ടെടുക്കാൻ ശ്രമിക്കുകയും വിജയിക്കുകയും ചെയ്യും എന്നാണ്. അശുദ്ധി എന്നത് പ്രകൃതി നിയമത്തിന് വിരുദ്ധമാണെന്ന് അദ്ദേഹം കരുതുന്നത്. Al-Biruni's description of the caste system was deeply influenced by his study of his Sanskrit text. These texts lay down the rules governing the system from the point of view of the Brahmins. അൽബറൂണിയുടെ ജാതി സമ്പ്രദായത്തെക്കുറിച്ചുള്ള വിവരണങ്ങളിൽ സംസ്കൃത കൃതികളുടെ പഠനത്തിൻ്റെ സ്വാധീനം കാണാം. ഈ കൃതികളെല്ലാം രചിച്ചത് ബ്രാഹ്മണരുടെ കാഴ്ചപ്പാടിലാണ്. അടുത്ത ചോദ്യം: Explain the views of Ibn Battuta on medieval Indian cities. മധ്യകാല ഇന്ത്യൻ നഗരങ്ങളെക്കുറിച്ച് ഇബൻ ബത്തൂത്ത എന്താണ് വിവരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു എന്നാണ് ചോദ്യം നമുക്ക് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ 8 മാർക്കിൻ്റെ എസ്സേ ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. കിതാബുൽ ഹിന്ദ് ആൻഡ് റിഹ്ല ഗീവ്സ് us ample information regarding the medieval Indian society, especially about the caste system and cities. Substantiate the statement. 2 പേരെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് കിതാബുൽ ഹിന്ദും റഹ്ലയും എഴുതിയ ആ 2 പുസ്തകങ്ങളിൽ എന്താണ് മധ്യകാല ഇന്ത്യയെക്കുറിച്ച് പറയുന്നത് എന്ന രീതിയിലുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഇബൻ ബത്തൂത്തയും മിഡീവൽ ഇന്ത്യൻ നഗരങ്ങളും നമുക്ക് എന്താണ് അതിന് ഉത്തരം നൽകേണ്ടത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇബൻ ബത്തൂത്ത ഒരു ആദ്യകാല ആഗോള സഞ്ചാരി. ഇബൻ ബത്തൂത്ത an early globe trotter. Ibn Battuta was an African traveler. He came from Morocco. He was born in Tangier. He was a scholar and loved traveling. He had made pilgrimage to Mecca. He traveled in Syria, Iraq, Persia, Yemen, Oman, etc.
ഇബൻ ബത്തൂത്ത ഒരു ആഫ്രിക്കൻ സഞ്ചാരി ആയിരുന്നു. മൊറോക്കയിൽ നിന്നാണ് അദ്ദേഹം വന്നത്. ടാൻജിയർ ആയിരുന്നു ജന്മദേശം. അദ്ദേഹം പണ്ഡിതനും സഞ്ചാര താൽപര്യനും ആയിരുന്നു. അദ്ദേഹം മെക്കയിലേക്ക് തീർത്ഥാടനം നടത്തി. സിറിയ, ഇറാഖ്, പേർഷ്യ, യമൻ, ഒമാൻ മുതലായ രാജ്യങ്ങൾ സന്ദർശിച്ചു. ഇബൻ ബത്തൂത്താസ് വിസിറ്റ് ടു ഇന്ത്യ. ഇബൻ ബത്തൂത്തയുടെ ഇന്ത്യ സന്ദർശനം. He started his visit to India in 1332. He managed to meet Sultan of Delhi, Muhammad bin Tughlaq. The Sultan was impressed by his scholarship. Ibn Battuta appointed a Qasi or judge of Delhi. He remained as judge for many years. Sultan appointed him as his ambassador to China. During his journey to China, he also visited to Malabar coast. അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കാൻ ആരംഭിച്ചത് 1332 കാലത്താണ്. ഡൽഹിയിലെ സുൽത്താനായ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കൊട്ടാരത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു. ഇബൻ ബത്തൂത്തയുടെ പാണ്ഡിത്യത്തിൽ താൽപ്പര്യം തോന്നിയ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് അദ്ദേഹത്തെ ഡൽഹിയിലെ ഗ്വാസിയായി നിയമിച്ചു. കുറേ വർഷം അദ്ദേഹം ഈ പദവി തുടർന്നു. അതിനുശേഷം അദ്ദേഹത്തെ ചൈനയിലെ അംബാസഡറായി നിയമിച്ചു. ചൈനയിലേക്കുള്ള യാത്രയിൽ അദ്ദേഹം മലബാർ തീരം സന്ദർശിച്ചു. രഹ്ല. ഇബൻ ബത്തൂത്താസ് ബുക്ക് ഓഫ് ട്രാവലേഴ്സ് കോൾഡ് രഹ്ല. ഇറ്റ് വാസ് റിട്ടൺ ഇൻ അറബിക്. Ibn Jusai, a famous scholar, poet and historian, has deputed to write what Ibn Battuta had dictated to him. It provides the social and cultural life in the subcontinent in the 14th century. ഇബൻ ബത്തൂത്തയുടെ യാത്രാ വിവരണത്തെ റിഹല എന്നാണ് അറിയപ്പെടുന്നത്. അറബി ഭാഷയിലാണ് എഴുതിയത്. പ്രമുഖ പണ്ഡിതനും കവിയുമായ ഇബൻ ജുസായ് ആണ് ഇത് എഴുതിയത്. ഇബൻ ബത്തൂത്ത വിവരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ യാത്രാ വിവരണം തയ്യാറാക്കിയത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ 14-ാം നൂറ്റാണ്ടിലെ സാമൂഹ്യ സാംസ്കാരിക ജീവിതത്തെക്കുറിച്ചുള്ള അറിവ് നൽകുന്നു. ദ കോക്കനട്ട് ആൻഡ് ദ പാൻ. വെറ്റിലയും നാളികേരവും. In the 14th century, India was a part of global network. Ibn Battuta traveled widely through this land. He shared lot of ideas, information and stories. If there was anything unfamiliar, he highlighted in these stories. This was done to impress the listeners or the readers. 14-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ ആഗോള വ്യാപാര ശൃംഖലയുടെ ഭാഗമായിരുന്നു. ഇബൻ ബത്തൂത്ത ഈ നാടുകളിലൂടെ ധാരാളം സഞ്ചരിച്ചു. അദ്ദേഹം ധാരാളം ആശയങ്ങളും വിവരങ്ങളും കഥകളും പങ്കുവച്ചു. അപരിചിതമായ ഏതു വസ്തു കണ്ടാലും തൻ്റെ കഥയിൽ ഉയർത്തിക്കാട്ടിയിരുന്നു. വായനക്കാരിൽ താൽപ്പര്യം ജനിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഇങ്ങനെ ചെയ്തത്. The two kinds of plant produce that Ibn Battuta mentioned were the pan and the coconut. He describes the coconut as resembling a man's head because in it look like two eyes and a mouth, inside like the brain. Outside it are the fibers that look like hair. He describes about the pan that the petals has no fruit and it is grown only for the sake of its leaves. നാളികേരത്തെക്കുറിച്ചും വെറ്റിലയെക്കുറിച്ചും അദ്ദേഹം വിവരിക്കുന്നുണ്ട്. നാളികേരം മനുഷ്യൻ്റെ തല പോലെയാണെന്നും 2 കണ്ണുകളും വായയും കൂടാതെ അകത്ത് തലച്ചോറും പോലുള്ള ഒരു വസ്തുവുമാണ്. ഇതിൻ്റെ പുറത്ത് തലമുടി പോലെയുള്ള നാരുമുണ്ട്. വെറ്റിലയെക്കുറിച്ച് വിവരിക്കുന്നത് ഇതിന് ഫലമുണ്ടായിരുന്നില്ല, ഇലകൾക്ക് വേണ്ടി മാത്രമാണ് വളർത്തിയിരുന്നത് എന്നാണ്. ഇബൻ ബത്തൂത്ത ആൻഡ് ഇന്ത്യൻ സിറ്റീസ്. ഇബൻ ബത്തൂത്തയും ഇന്ത്യൻ നഗരങ്ങളും. ഇബൻ ബത്തൂത്ത ഫൗണ്ട് cities had opportunities for those who had ambition, resources and skills. The cities were densely populated and prosperous. His account said that streets in many cities were crowded and bright and colorful. Markets were full of many varieties of goods. സമ്പത്തും ആഗ്രഹവും വൈദഗ്ധ്യവുമുള്ളവർക്ക് നഗരങ്ങളിൽ ധാരാളം അവസരങ്ങളുള്ളതായി ഇബൻ ബത്തൂത്ത കാണുന്നു. നഗരങ്ങൾ ഐശ്വര്യപൂർണവും ജനസാന്ദ്രവും ആയിരുന്നു. നഗരങ്ങളിൽ തെരുവുകൾ തിരക്കേറിയതും വർണ്ണാഭവും പ്രകാശപൂരിതവും ആയിരുന്നു. മാർക്കറ്റുകൾ പല വ്യത്യസ്ത വസ്തുക്കളെ കൊണ്ട് നിറഞ്ഞിരുന്നു.
He describes Delhi as a vast city in India. Bazaars were not only places of economic transaction but also the hub of social and cultural activities. Many bazaars had mosque and temple. Many of them had spaces for public performances by dancers and singers. Ibn Battuta noted that the cities obtained its wealth from villages. He says that there was a great demand for Indian textiles like cotton, cloth, fine muslin, silk, brocade and satin. ഡൽഹി ഇന്ത്യയിലെ ഒരു വൻ നഗരമായിരുന്നു. നഗരത്തിലെ കച്ചവട കേന്ദ്രങ്ങൾ സാമ്പത്തിക ഇടപാടിന് മാത്രമുള്ള സ്ഥലമായിരുന്നില്ല, സാമൂഹിക സാംസ്കാരിക കേന്ദ്രം കൂടിയായിരുന്നു. കച്ചവട കേന്ദ്രങ്ങളിൽ മുസ്ലിം പള്ളികളും ക്ഷേത്രങ്ങളും ഉണ്ടായിരുന്നു. നർത്തകർക്കും ഗായകർക്കും പരിപാടി അവതരിപ്പിക്കാൻ പ്രത്യേകം പൊതുസ്ഥലവും ഉണ്ടായിരുന്നു. നഗരത്തിൻ്റെ സാമ്പത്തിക ഉറവിടം ഗ്രാമങ്ങളായിരുന്നു. ഇന്ത്യൻ തുണിത്തരങ്ങളായ പരുത്തി തുണികൾ, മസ്ലിൻ, പട്ടുകൾ, ചിത്രപട്ടാമ്പരം, മിനുസപ്പട്ട് എന്നിവയ്ക്ക് വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നു. എ യുണീക്ക് സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഒരു അതുല്യമായ വാർത്താവിനിമയ സമ്പ്രദായം. Ibn Battuta was amazed by efficiency of the postal system. It helped the merchants to send information across long distances. The postal system was two kinds. One was called uluk or horse post. Another was dawa or foot post. പോസ്റ്റൽ സമ്പ്രദായത്തിൻ്റെ കാര്യക്ഷമത ഇബൻ ബത്തൂത്തയെ വിസ്മയിപ്പിച്ചിരുന്നു. കച്ചവടക്കാർക്ക് വിവരങ്ങൾ ദൂരത്തേക്ക് കൈമാറാൻ ഇത് സഹായകരമായി. രണ്ട് തരത്തിലുള്ള തപ്പാൽ സമ്പ്രദായം ഉണ്ടായിരുന്നു. ഉലക്ക് അഥവാ അശ്വതപ്പാൽ, കുതിരകളെ ഉപയോഗിച്ച് തപ്പാൽ കൊണ്ടുപോയിരുന്നത്. ദാവ, കാലാൽ തപ്പാൽ, കാൽനടയായി തപ്പാലുകൾ കൊണ്ടുപോകുന്ന രീതി. അടുത്ത ചോദ്യം പരിശോധിക്കാം. എക്സ്പ്ലെയിൻ ഹൗ ഫ്രാങ്കോയിസ് ബെർണിയർ ഇല്ലുസ്ട്രേറ്റഡ് ദ ലാൻഡ് ഓണർഷിപ്പ് ഓഫ് മുഗൾ ഇന്ത്യ. മുഗൾ ഇന്ത്യയിലെ ഭൂ ഉടമസ്ഥതയെക്കുറിച്ച് ഫ്രാങ്കോയിസ് ബെർണിയർ എന്താണ് വിവരിക്കുന്നത്? 8 മാർക്കിനും ഇത് ചോദിച്ചിട്ടുണ്ട്. ആഫ്റ്റർ കമ്പയറിംഗ് ടു യൂറോപ്പ്, ബെർണിയർ പ്രൊഡ്യൂസ്ഡ് എ പിക്ചർ ഓഫ് ദ ഡെനിഗ്രേറ്റ് ഈസ്റ്റ് ആൻഡ് ഇറ്റ് ഫർദർ ഇൻഫ്ലുവൻസ്ഡ് ദ വെസ്റ്റേൺ തിയറിസ്റ്റ് എലൂസിഡേറ്റ്. കിഴക്കിനെ താഴ്ന്നതായി കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ കിഴക്ക് ഒരു അധപ്പതിച്ച പ്രദേശമാണ് എന്ന് ചിത്രീകരിച്ചുകൊണ്ട് ആണ് ബെർണിയർ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വിവരണങ്ങൾ നടത്തിയിട്ടുള്ളത്. അതെങ്ങനെയാണ് പിൽക്കാലത്ത് ഈ പാശ്ചാത്യ ലോകത്തെ പണ്ഡിതന്മാർ പല പുതിയ സിദ്ധാന്തങ്ങളും ഉണ്ടാക്കുന്നതിലേക്ക് നയിച്ചു. അപ്പോൾ എന്താണ് ബെർണിയർ നമ്മുടെ പൗരസ്ത്യ ദേശത്തെക്കുറിച്ച് പറയുന്നത്? അപ്പോൾ പൗരസ്ത്യ ദേശം വളരെ മോശവും യൂറോപ്പ് നല്ലതും എന്ന രീതിയിലാണ് ബെർണിയർ പലപ്പോഴും വിവരിച്ചിട്ടുള്ളത്. അതെന്താണ് എന്ന് നമ്മോട് ചോദിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് സമർത്ഥിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 8 മാർക്കിനാണുള്ള ചോദ്യമാണ്. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. നമുക്ക് ഫ്രാങ്കോയിസ് ബെർണിയറെക്കുറിച്ച് എന്താണ് എഴുതേണ്ടത് എന്ന് നോക്കാം. ഫ്രാങ്കോയിസ് ബെർണിയർ. Francois Bernier was a French. He was a doctor by profession. He was a political philosopher and historian. He came to Mughal Empire in search of opportunities. He lived in India for 12 years from 1656 to 1668. He was a physician to Prince Dara Shikoh, the eldest son of Emperor Shah Jahan. ബർണിയർ ഫ്രഞ്ചുകാരനായ ഡോക്ടറാണ്. രാഷ്ട്രീയ തത്വചിന്തകനും ചരിത്രകാരനുമായിരുന്നു. അവസരം തേടിയാണ് മുഗൾ സാമ്രാജ്യത്തിൽ എത്തിച്ചേർന്നത്. അദ്ദേഹം 12 വർഷം മുഗൾ സാമ്രാജ്യത്തിൽ താമസിച്ചു. ഷാജഹാൻ ചക്രവർത്തിയുടെ മൂത്ത പുത്രനായ ദാരാ ഷുക്കോവിൻ്റെ ഡോക്ടറായിരുന്നു. Bernier traveled to different parts of the country. He wrote accounts based on his own observation. He compared the social condition in India with the situation in Europe. He dedicated his works to Louis XIV, the King of France. His works traveled in the Mughal Empire, published in French. It translated into English, Dutch, German and Italian. ബെർണിയർ രാജ്യത്തിൻ്റെ പല ഭാഗത്തും സഞ്ചരിച്ചു. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ യാത്രാ വിവരണം എഴുതി. ഇന്ത്യയിലെ സാമൂഹ്യ സാഹചര്യം യൂറോപ്പിൻ്റെ സാമൂഹ്യ സാഹചര്യവുമായി താരതമ്യം ചെയ്തു. അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണമാണ്
മുഗൾ സാമ്രാജ്യത്തിലെ സഞ്ചാരങ്ങൾ, ട്രാവൽസ് ഇൻ മുഗൾ എംപയർ. ഫ്രഞ്ച് ഭാഷയിലാണ് ഇത് എഴുതിയത്. ഇംഗ്ലീഷ്, ഡച്ച്, ജർമ്മൻ, ഇറ്റാലിയൻ ഭാഷകളിലേക്ക് മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട്. ട്രാവൽസ് ഇൻ ദ മുഗൾ എംപയർ, മുഗൾ സാമ്രാജ്യത്തിലെ സഞ്ചാരങ്ങൾ. ഹിസ് വർക്ക്സ് entitled Travels in the Mughal Empire. It provides detailed observation and critical insight. He constantly compared Mughal India with contemporary Europe. He emphasized the superiority of the European society. മുഗൾ സാമ്രാജ്യത്തിലെ സഞ്ചാരങ്ങൾ എന്ന യാത്രാ വിവരണത്തിൽ വിശദമായ നിരീക്ഷണങ്ങൾ, വിമർശനാത്മകമായ ഉൾക്കാഴ്ചകൾ എന്നിവ കാണാൻ കഴിയും. മുഗൾ ഇന്ത്യയെയും യൂറോപ്പിനെയും നിരന്തരം താരതമ്യം ചെയ്യുന്നു. യൂറോപ്യൻ സമൂഹത്തിൻ്റെ മേധാവിത്വത്തിന് ഊന്നൽ നൽകാനാണ് ശ്രമിച്ചത്. ദ ക്വസ്റ്റ്യൻ ഓഫ് ലാൻഡ് ഓണർഷിപ്പ്. According to Bernier, one of the fundamental differences between Mughal India and Europe was the lack of private property in the Indian society. He had firm belief in the virtues of private property. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മുഗൾ ഇന്ത്യയും യൂറോപ്പുമായുള്ള അടിസ്ഥാന വ്യത്യാസം ഇന്ത്യൻ സമൂഹത്തിൽ സ്വകാര്യ സ്വത്ത് ഇല്ലാത്തതാണ്. ബർണിയർക്ക് സ്വകാര്യ സ്വത്തിൻ്റെ ഗുണങ്ങളിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. Crown ownership of land was harmful for both the state and its people. He thought that the Mughal emperor owned all land and distributed it among the nobles. Bernier argued that due to the crown ownership of the land, landholders could not transfer their land to their children. So, they were not initiated to make to any long-term investment in land. മുഴുവൻ ഭൂമിയുടെ ഉടമസ്ഥ അവകാശം രാജാവിനാകുന്നത് രാഷ്ട്രത്തിനും അതിലെ ജനങ്ങൾക്കും ദോഷകരമാണ്. അദ്ദേഹം കരുതിയത് മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥ അവകാശം ചക്രവർത്തിക്കാണെന്നും അത് പ്രഭുക്കന്മാർക്കിടയിൽ വിതരണം ചെയ്തിരുന്നുവെന്നും ആണ്. ഭൂമിയുടെ മുഴുവൻ ഉടമസ്ഥത ചക്രവർത്തിക്ക് ആയതുകൊണ്ട് ഭൂ ഉടമസ്ഥർക്ക് അവരുടെ ഭൂമി മക്കൾക്ക് കൈമാറാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ദീർഘകാലത്തേക്ക് ഭൂമിയിൽ മുതൽ മുടക്കാൻ അവർ തയ്യാറല്ലായിരുന്നു. The absence of private property prevented the emergence of the class of improving landlords. It had ruined the agriculture and oppressed the peasants. The living standards of all sections in the society declined except the ruling aristocracy. സ്വകാര്യ ഭൂസ്വത്ത് ഇല്ലാത്തതുകൊണ്ട് ഭൂമിയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഭൂ ഉടമ വർഗത്തിൻ്റെ ഉയർച്ചയെ തടസ്സപ്പെടുത്തി. ഇത് കാർഷിക മേഖലയുടെ തകർച്ചയ്ക്കും കർഷകരുടെ അടിച്ചമർത്തലിനും കാരണമായി. ഭരണവർഗം ഒഴികെ സമൂഹത്തിൻ്റെ മറ്റെല്ലാ വിഭാഗങ്ങളുടെയും ജീവിത നിലവാരം തകർന്നു. ബെർണിയേഴ്സ് ഡിസ്ക്രിപ്ഷൻ ഓൺ ദ സോഷ്യൽ കണ്ടീഷൻ, സാമൂഹിക അവസ്ഥയെക്കുറിച്ചുള്ള ബെർണിയറുടെ വിവരണം. ഇന്ത്യൻ സൊസൈറ്റി വാസ് കൺസിസ്റ്റിംഗ് വെരി റിച്ച് ആൻഡ് പവർഫുൾ റൂളിംഗ് ക്ലാസ്. There was a wide gap between the poorest of poor and the richest of the rich. He says there is no middle state in India. ഇന്ത്യൻ സമൂഹത്തിൽ അതിസമ്പന്ന വിഭാഗവും ശക്തരായ ഭരണവർഗവും ഉണ്ടായിരുന്നു. സമ്പന്നർക്കും ദരിദ്രർക്കും ഇടയിൽ വലിയ വിടവ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് സമ്പന്നർക്കും ദരിദ്രർക്കും ഇടയിൽ ഒരു മധ്യവർഗം ഉണ്ടായിരുന്നില്ല എന്നാണ്. Bernier's description on the Mughal emperor and his subjects, മുഗൾ ചക്രവർത്തിയും പ്രജകളും. The Mughal emperor was the king of beggars and barbarians. Mughal cities and towns were ruined and polluted with ill air. It is overspread with bushes and full of pestilential marshes. He attributed all these problems due to the crown ownership of land. മുഗൾ ചക്രവർത്തി ഭിക്ഷാടകരുടെയും അപരിഷ്കൃതരുടെയും രാജാവ് എന്നാണ് ബെർണിയർ പറയുന്നത്. മുഗൾ പട്ടണങ്ങളും നഗരങ്ങളും തകർന്നടിഞ്ഞതും ദുഷിച്ച വായുവിനാൽ മലിനവുമായിരുന്നു. അതിൻ്റെ പാടങ്ങൾ കുറ്റിക്കാടുകൾ നിറഞ്ഞതും രോഗജന്യമായ ചതുപ്പുകൾ നിറഞ്ഞതും ആയിരുന്നു. ഇതിനെല്ലാം കാരണം രാജാവിൻ്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയായതുകൊണ്ടാണ്. The idea of Oriental despotism, പൗരസ്ത്യ സ്വേച്ഛാധിപത്യം. Bernier's description of land ownership influenced Western theorists.
The French philosopher Montesquieu used the Bernier's account and developed the idea of Oriental despotism. According to this idea, in Asia, the king enjoyed absolute authority over his subjects and on all lands. There was no private property. All people except the king and nobles struggled for survival. ഭൂ ഉടമസ്ഥ അവകാശത്തെക്കുറിച്ചുള്ള ബർണിയറിൻ്റെ വിവരണങ്ങൾ പാശ്ചാത്യ പണ്ഡിതരെ സ്വാധീനിച്ചു. ഫ്രഞ്ച് തത്വചിന്തകനായ മൊണ്ടേസ്ക്യൂ ബർണിയറുടെ വിവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരസ്ത്യ സ്വേച്ഛാധിപത്യം എന്ന ആശയം വികസിപ്പിച്ചു. ഈ ആശയപ്രകാരം ഭരണാധികാരികൾക്ക് പ്രജകളുടെ മുകളിൽ സമ്പൂർണ്ണ അധികാരം ഉണ്ടായിരുന്നുവെന്ന് വാദിക്കുന്നു. ഭൂമി മുഴുവൻ രാജാവിൻ്റെ ഉടമസ്ഥതയിലായിരുന്നു. സ്വകാര്യ സ്വത്ത് ഉണ്ടായിരുന്നില്ല. രാജാവും പ്രഭുക്കന്മാരും ഒഴികെ ബാക്കി എല്ലാവരും നിലനിൽപ്പിനു വേണ്ടി പോരാടുകയായിരുന്നു. ദ കൺസെപ്റ്റ് ഓഫ് ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ, ഏഷ്യാറ്റിക് ഉൽപാദന രീതി. കാൾ മാർക്സ് ഫർദർ ഡെവലപ്ഡ് ദ ഐഡിയ ഓഫ് ഓറിയൻ്റൽ ഡെസ്പോട്ടിസം ആസ് ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. He observes that before colonization, surplus production was appropriated by the state. This led to the emergence of a society that was composed of a large number of autonomous and egalitarian village community. The imperial court respected these villages as long as the flow of surplus was continued. Karl Marx regarded this as a stagnant system. പൗരസ്ത്യ സ്വേച്ഛാധിപത്യം എന്ന ആശയത്തിൽ നിന്ന് കാൾ മാർക്സ് വികസിപ്പിച്ചെടുത്ത ആശയമാണ് ഏഷ്യാറ്റിക് ഉൽപാദന രീതി. കോളനി വൽക്കരണത്തിന് മുമ്പ് മിച്ച ഉൽപാദനം സ്റ്റേറ്റ് കൈവശപ്പെടുത്തിയിരുന്നുവെന്ന് മാർക്സ് വാദിച്ചു. ഇത് സ്വയം ഭരണാധികാരവും തുല്യതയുമുള്ള ഒരു ഗ്രാമ സമുദായത്തിൻ്റെ ഉദയത്തിന് കാരണമായി. എന്നാൽ ഈ ഗ്രാമങ്ങളിൽ നിന്നും മിച്ച ഉൽപാദനം ലഭിക്കുന്ന കാലത്തോളം മാത്രമേ രാജാവ് അവരുടെ സ്വയം ഭരണത്തെ മാനിച്ചിരുന്നുള്ളൂ. ഇതിനെ നിശ്ചല വ്യവസ്ഥയായിട്ടാണ് മാർക്സ് പരിഗണിച്ചിരുന്നത്. എ മോർ കോംപ്ലക്സ് സോഷ്യൽ റിയാലിറ്റി, ഒരു അതിസങ്കീർണമായ സാമൂഹ്യ യാഥാർത്ഥ്യം. ബർണിയർസ് ഡിസ്ക്രിപ്ഷൻ ഒക്കേഷണലി മെൻഷൻ ദ കോംപ്ലക്സ് സോഷ്യൽ റിയാലിറ്റി. Artisans had no incentive to improve the quality of their manufactures because their profits were appropriated by the state. Manufactures were everywhere declined. ബർണിയറുടെ വിവരണങ്ങളിൽ സങ്കീർണമായ സാമൂഹ്യ യാഥാർത്ഥ്യം കടന്നു വരുന്നുണ്ട്. കൈത്തൊഴിലുകാരുടെ ലാഭമെല്ലാം സ്റ്റേറ്റ് കൈവശപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് അവർക്ക് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ സാധിച്ചിരുന്നില്ല. നിർമ്മാണ മേഖല തകർച്ചയിലാണ്. At the same time, he agreed that vast quantities of the world's precious metals flowed into India. Manufactures were exported in exchange for gold and silver. He also noticed the existence of a prosperous merchant community. അതേസമയം ലോകത്തെ അമൂല്യമായ ലോഹങ്ങൾ ഇന്ത്യയിലേക്ക് ഒഴുകുകയാണെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. സമ്പന്നരായ വ്യാപാര സമുദായത്തെക്കുറിച്ചും പറയുന്നുണ്ട്. മുഗൾ സിറ്റീസ്. During the 17th century, 50% of the people lived in towns. Bernier describes Mughal cities as camp town. These were dependent upon imperial patronage. 17ാം നൂറ്റാണ്ടിൽ 15% ജനങ്ങൾ പട്ടണങ്ങളിൽ താമസിച്ചിരുന്നത്. മുഗൾ നഗരങ്ങൾ ക്യാമ്പ് നഗരങ്ങളാണെന്ന് ബർണിയർ പറയുന്നുണ്ട്. ആ നഗരങ്ങൾ നിലനിന്നത് രാജകീയ സംരക്ഷണത്തിലായിരുന്നു. There were all kinds of towns. Manufacturing towns, trading town, port towns, sacred centers, pilgrimage towns. The existence of towns indicates that the prosperity of merchant community. They were organized into their own caste occupational groups. In Western India, these groups were called Mahajans. Their chiefs were called Seth. എല്ലാ തരത്തിലുള്ള നഗരങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഉൽപാദന നഗരങ്ങൾ, വ്യാപാര നഗരങ്ങൾ, പരിശുദ്ധ നഗരങ്ങൾ, തീർത്ഥാടന നഗരങ്ങൾ, സമ്പന്നരായ കച്ചവടക്കാർ നിലനിന്നിരുന്നു എന്നതിൻ്റെ സൂചനയാണ് നഗരങ്ങൾ. കച്ചവടക്കാർ ജാതി തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടിച്ചിരുന്നു. പശ്ചിമ ഇന്ത്യയിൽ അവരെ വിളിച്ചിരുന്നത് മഹാജൻ എന്നായിരുന്നു. അവരുടെ നേതാവിനെ സേട്ട് എന്നായിരുന്നു വിളിച്ചിരുന്നത്.
The cruel system of sati, which prevailed in medieval India, is depicted in the records of foreign travelers. Quote one or two examples. ഇന്ത്യയിൽ അതിക്രൂരമായ സതി സമ്പ്രദായം നിലനിന്നിരുന്നു. അത് സഞ്ചാരികൾ അവരുടെ റെക്കോർഡുകളിൽ അവരുടെ വിവരണങ്ങൾ എങ്ങനെയാണ് പറയുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യമാണ് ഉള്ളത്. അതുപോലെ തന്നെ വാട്ട് ഇൻഫർമേഷൻ ഡു യു ഗെറ്റ് ഫ്രം ദ ട്രാവലോഗ് റിഗാർഡിംഗ് ദ സ്ലേവ്സ് ആൻഡ് വിമൻ ഓഫ് മെഡീവൽ ഇന്ത്യ. മധ്യ ഇന്ത്യയിലെ സ്ത്രീകളെയും അടിമകളെയും ഒക്കെ കുറിച്ച് എന്ത് വിവരണമാണ് നമുക്ക് സഞ്ചാരികളിൽ നിന്ന് ലഭിക്കുന്നത് എന്ന ചോദ്യമുണ്ട്. 4 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ചോദിച്ചതാണ്. നമുക്ക് ആ ഉത്തരം ഒന്ന് പരിശോധിക്കാം. വിമൻ ആൻഡ് സ്ലേവ്സ്. Slaves were openly sold in market. When Ibn Battuta reached Sindh, he preached horses, camels. He purchased horses, camels, slaves as gift for Sultan Muhammad bin Tughlaq. Some female slaves were expert in music and dance. Female slaves generally used for domestic labor. Women were actively participated in agricultural and non-agricultural production. Some women were merchant families participated in commercial activities. അടിമകളെ പരസ്യമായി മാർക്കറ്റിൽ വിറ്റിരുന്നു. ഇബൻ ബത്തൂത്ത സിന്ധിൽ എത്തിയപ്പോൾ സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് സമ്മാനമായി നൽകാൻ കുതിരകളെയും ഒട്ടകങ്ങളെയും അടിമകളെയും വാങ്ങി. ചില അടിമ സ്ത്രീകൾ സംഗീതത്തിലും നൃത്തത്തിലും പ്രാഗൽഭ്യം ഉള്ളവരായിരുന്നു. അടിമ സ്ത്രീകളെ പൊതുവെ വീട്ടുജോലിക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. സ്ത്രീകൾ കാർഷികേതര പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരുന്നു. വ്യാപാരി കുടുംബത്തിലെ സ്ത്രീകൾ വാണിജ്യത്തിൽ ഏർപ്പെട്ടിരുന്നു. The practice of sati. Bernier has provided a detailed description of sati. He noted that while some women embraced death cheerfully, others were forced to death. He also noticed the child sati, which a 12-year-old young widow sacrificed. ബർണിയർ സതി അനുഷ്ഠാനത്തെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. ചില സ്ത്രീകൾ ധൈര്യപൂർവ്വം ചിതയിൽ ചാടി മരണം വരിക്കുമ്പോൾ മറ്റു ചിലരെ നിർബന്ധപൂർവം മരണത്തിലേക്ക് തള്ളിയിടുന്നു. 12 വയസ്സ് മാത്രം പ്രായമായ വിധവയായ പെൺകുട്ടി സതി അനുഷ്ഠിക്കുന്നത് ബർണിയർ കണ്ടതായി വിവരിക്കുന്നുണ്ട്.